എല്ലാവർക്കും യുവാനിയ മരിയ ബിജുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാൻ മൂന്നാമത്തെ വട്ടമാണ് ഇപ്പോൾ എടുക്കേണ്ടത് വരുന്ന ഒരു ബ്രേസ്ലെറ്റ്. ഇതിൻ്റെ ആകെയുള്ള പ്രശ്നം ഇത് ഇളകി പോകുന്നു. ഇതിൻ്റെ ഇലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ നൂലെടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, നിങ്ങളുടെ കൈയുടെ അളവ് അനുസരിച്ച് നിങ്ങൾ നൂലെടുക്കുക. ഓക്കെ, ആദ്യമേ തന്നെ നമ്മൾ ഒന്നും ഇനി പറയാൻ പോകുന്നില്ല. ഇത് എത്ര കൊള്ളാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇനി ജോലി പോവാണ്. ഇത് ഇങ്ങനെ കയറ്റുക. കയറ്റി അങ്ങനെ നമ്മൾ ഇത് കയറ്റിയിരിക്കുന്നു. ഒരു മുത്ത് തന്നെ കയറ്റാൻ കുഴപ്പമില്ല. ഇനി നമ്മൾ ഒരു മുത്തെടുക്കുക. ഇത് എൻ്റെ മുത്ത് വെച്ചാണ് ചെയ്യുന്നത്. ഇത് ഞാനൊന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ചേച്ചിയുടെ. അപ്പോൾ അതെടുക്കാൻ ഞാൻ വിട്ടുപോയി. ഓക്കെ, നമ്മൾ കയറ്റിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ രണ്ട് മുത്ത് കയറ്റിയിരിക്കുന്നു. ഇത് കൈ ഇടുമ്പോൾ കൊള്ളാമെന്ന് ഞാൻ നേരത്തെ നോക്കിയാലും കൊള്ളാം, കുഴപ്പമില്ല. നിങ്ങളുടെ ഏത് മുത്തുണ്ടോ മുത്ത് വെച്ച് ഏത് മുത്തായാലും കുഴപ്പമില്ല. ഈ മുത്ത് കയറ്റാൻ ഇച്ചിരി റിസ്ക്കാണ്, ശ്രദ്ധിച്ച്. ഓക്കെ, നമ്മൾ കയറ്റിയിരിക്കുന്നു രണ്ട് മുത്ത്. ഇനി നമുക്ക് ഒരു കുഞ്ഞു മുത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ സൈസ് ഇതാണ്, സൈസ് ഇങ്ങനെ നോക്കണം. കാരണം ഇത് ഇച്ചിരി ഇതാണ്, വലുതാണ്. പിന്നെ ഇത് അതിനേക്കാളും ചെറുതാണ്. ഡിഫറൻസ് ആണ് ഇതിൻ്റെ. കണ്ട, ഇത് ചെറുതും ഇത് വലുതും. അതേ കണക്ക് നമ്മൾ ഇത് അളവെടുത്ത് നോക്കണം, ഇത് വലുതാണോ ചെറുതാണോ. അപ്പോൾ ഏറ്റവും വലുത് എൻ്റെ കയ്യിലുണ്ട്, അത് രണ്ടെണ്ണേ ഉള്ളൂ. അത് നമുക്ക് നടുക്കിടാം. ഇങ്ങനെ വെറൈറ്റി കളറൊന്നും എൻ്റെ കയ്യില്ല. അതുകൊണ്ട് ഒരു വലുത് ഞാൻ ശ്രദ്ധിച്ച് നോക്കുകയാണ്. ഒരു വലുതുണ്ട്, അത് നേരത്തെ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് അത് നടുക്കിടാം, രണ്ടെണ്ണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു കുഞ്ഞ് ഇത് ഇട്ട് ഇപ്പോൾ എല്ലിൻ്റെ കഷ്ണം. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓക്കെ, നമുക്ക് ഇത് ഒന്ന് കേട്ടാം. കേട്ടാൻ തന്നെ കുറേ നേരം. ഓക്കെ, കേച്ചി ഇത്രയും കയറ്റി. പിന്നെ എല്ലാവരും, ഞാൻ ഒരു കാര്യം മറന്നു പറയാം. എല്ലാവരും ഒരു യൂട്യൂബ് ചാനലും കൂടെ ലൈക്കും സപ്പോർട്ടും ചെയ്യണം, എല്ലാം ചെയ്യണം. അത് ലീനക്സ് സ്റ്റീഫൻ. അതായത് അതും ഏകദേശം എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ. എല്ലാവരും ഒന്ന് സഹകരിക്കണം. അപ്പോൾ എല്ലാവരും ആ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. നമുക്കിനി നമ്മുടെ ഇതിലോട്ട് പോവാം. ഓക്കെ, ഇതും കയറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വലിയ മുത്തിട. ഇത് കൂടുതൽ എങ്ങനെ വെച്ച് കളിച്ചാൽ ഇത് കൈവിട്ടാൽ ഇത്രയും കഷ്ടപ്പെട്ട് കയറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു വലിയ മുത്തിടാണ്. ഇതാണ് വലിയ മുത്ത്. അയ്യോ, ഈ വലിയ മുത്ത് ഇതിൻ്റെ അകത്ത് മിസ്സിങ് ആണല്ലോ. ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. ഇതിൻ്റെ അകത്താണ് എൻ്റെ ഇത് എൻ്റെ ഫേവറേറ്റ് മാലയിൽ നിന്ന് കിട്ടിയതാണ്. ആ ഫേവറേറ്റ് മാലയിൽ നിന്നാണ് എൻ്റെ ഇത്. എന്താ ചെയ്യുക,
എപ്പോഴൊക്കെ ഒരേ സാധനം പൊട്ടുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ഇടുമ്പോൾ പൊട്ടും. അയ്യോ, ഭാഗ്യത്തിന് ഇപ്പോൾ പോവാൻ. ഓക്കെ, ഇനി നമ്മളിടാൻ പോകാം. കേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ഇതങ്ങനെ എത്തിയിരിക്കുന്നു. ഇനി ഒന്നുകൂടെ അതും കയറ്റിയിരിക്കുന്നു. ഇനി നമുക്ക് ഒരു കുഞ്ഞ് വെള്ളമുത്തും കൂടെ ഇടാം. ഓക്കെ, അതും കയറ്റിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരമായിട്ട് നമുക്ക് ഇത്രയും ആയി. ഇനി നമ്മളത് ഏകദേശം ഇത്രയാക്കണം. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കൈയുടെ അളവ് അനുസരിച്ച് നോക്കിയെടുക്കണം. അല്ലെങ്കിൽ ടൈറ്റായി, ചിലപ്പോൾ ടൈറ്റാവും. ലൂസ് കുഴപ്പമില്ല, നിങ്ങൾക്ക് വലുതാകുമ്പോഴും ഇടാം. പക്ഷേ ആ ലൂസാണെങ്കിൽ അതിങ്ങനെ കൈ വയ്ക്കുമ്പോൾ തന്നെ പോവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ 10ൽ മാർക്ക് കൊടുക്കാൻ പറയാം. ഇത് ഞാൻ ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്, എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതെന്തായാലും ഇടുമ്പോൾ എനിക്ക് നേരത്തെ ഒരു വട്ടം ഇട്ടപ്പോൾ പൊട്ടിപ്പോയായിരുന്നു. രണ്ടാമത് ഇട്ടപ്പോഴാണ് പൊട്ടിപ്പോയത്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ പൊട്ടിപ്പോയുള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോയിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇലാസ്റ്റിക് ഭേദമാണ്. ഞാൻ ചുമ്മാ ഒന്ന് എടുത്തതാണ്. കയറ്റി ഇത്രയായി. നമുക്ക് കൂടെ കയറ്റാം. ഓക്കെ, കയറ്റി. ഇനി നമ്മൾ ഇടേണ്ട ഒരു കുഞ്ഞുമുത്തും കൂടെ. അതിന് ശേഷം ഈ 2 മുത്തും കൂടി ഇടണം. ഇനി അതിന് ശേഷമാണ് നമ്മൾ വലിയ മുത്തിടാൻ പോകുന്നത്. മുത്ത് അവിടെ സുരക്ഷിതമായിട്ട്. ഓക്കെ, ഇതും കയറ്റി. ഇനി നമ്മൾ രണ്ടെണ്ണം ഈ മുത്ത് 2 എണ്ണം കയറ്റിയിട്ട് വരും. അങ്ങനെ സമയം പോകുന്നു നമ്മൾ അറിയുന്നേയില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ കയറ്റുന്നു പോകുന്നു, കയറ്റുന്നു പോകുന്നു. അതേ കണക്കാണ്. നമുക്ക് ചെയ്യാം. ഇതിനൊന്നും നടക്കില്ല. കയറ്റിയില്ലായിരുന്നു. ഓക്കെ, ഇത്ര ആയോളൂ. ഇനി ഇത്രയും മുട്ടി വെച്ച് ഇത്ര ആക്കാൻ പറ്റും. കിട്ടി നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതെല്ലാം കിട്ടിയാണ് അല്ലെങ്കിൽ എല്ലാം ഒരു കുഞ്ഞു മുത്തൻ്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാൻ നോക്കുക. എനിക്ക് കാണാൻ പറ്റില്ലായിരിക്കും. നമ്മൾ ഇനി അടുത്തൊരു അതും കയറ്റി. അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞുമുത്ത്, ഒരു വെള്ള ഒരു കുഞ്ഞുമുത്ത്, പിന്നെ 2 ഏറ്റവും കുഞ്ഞുമുത്ത്, എന്നിട്ട് ഒരു വെള്ള കുഞ്ഞുമുത്ത്, പിന്നെ 2 ഇത്, പിന്നെ നടുക്കൊരു വലുത്, പിന്നെ 2 വെള്ള, 2 വെള്ള, പിന്നെ നമുക്കിനി ഒരു
വലിയ മുത്തിടാം. ഞാൻ പേടിച്ചു പോയി. സോറി, ഇത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയില്ല വേണ്ടി വന്നത്. ഓക്കെ, നമുക്കിനി ഒരു ബ്ലാക്ക് നമ്മൾ അതിടാൻ പോകുന്നു. അങ്ങനെ അത് സിമ്പിളായിട്ട് നമ്മൾ അയ്യോ 3 കറുത്ത മുട്ടയായിപ്പോയി. അപ്പോൾ ഒന്ന് ഇളക്കണം. അപ്പോൾ ഇനി നമുക്കൊരു വലിയ മുട്ടിടാം. ഇതിനകത്ത് വലുത് എന്താണ്, വലിയ മുട്ട. ഇതെല്ലാം കുഞ്ഞു മുട്ടാണ്. അതിൻ്റെ നടുക്കുള്ള ഇതും സെയിം അളവാണ്, വലിയ മുട്ട. നമുക്കതിടാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ 2 വലിയ മുട്ടയുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മുട്ടെല്ലാം ബാക്കി എൻ്റെ കുഞ്ഞു മുട്ടയുള്ള, അപ്പോൾ ബാക്കിയുള്ള മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ വലിയ മുട്ട കയറ്റുവാണ്. വലിയ മുട്ട കയറ്റി. ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി കൂടെ വേണം. എന്നിട്ട് നമ്മൾ 2 ബ്ലാക്ക്, അതായത് ഒരു ബ്ലാക്ക് ആയിക്കോട്ടെ. ഓക്കെ, നമ്മൾ 2 ബ്ലാക്ക് മുട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാലം കുഞ്ഞു മുട്ടിടാം. വലുതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞു മുട്ട് മിസ്സിങ് ആണെന്ന് തോന്നുന്നു. ഇതുകൂടെ കഴിഞ്ഞതിന് ശേഷം ഒരു മുട്ട് മിസ്സിങ്. അതെവിടെ നോക്ക്. ഇനി നമുക്ക് ഇത് എനിക്കിങ്ങനെ കാണിക്കാം. ഓക്കെ, കൊണ്ട് ഇതിടാം. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇത് വെറുതെ ഇടുന്നതാണ്. അതുകൊണ്ട് ആരും ഇത് അൺലൈക്കൊന്നും ചെയ്യില്ല. അത് എനിക്ക് ഒരുപാട് വിഷമമാകും. അപ്പോൾ ആരും ഒന്നും ചെയ്യില്ല, അൺലൈക്കൊന്നും ചെയ്യില്ല. പകരം ലൈക്ക് ഒക്കെ ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇത്രയും ആക്കി. ഇനി ബാക്കി ഇത്രയും നൂല് നമുക്ക് കെട്ടണം. അതിന് മുൻപേ 2 മുത്ത്, ഇത് ഒരു മുത്തും കൂടെ കയറ്റിയിട്ട് നമുക്ക് ഒരു കുഞ്ഞു മുത്തും കൂടെ കയറ്റിയിട്ട് കെട്ടാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇനി ഈ കറുത്ത മുത്തും ഇനി ഒരു വെളുത്ത മുത്തും കൂടെ കെട്ടിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കയറ്റി വെച്ചിട്ട് പാടാ. ഈ സമയത്ത് എങ്ങാണ്ടായിരുന്നു, ഞാൻ നേരത്തെ ഈ സമയത്ത് എങ്ങാണ്ടായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് എന്നെ പൊട്ടിയെല്ലാം കൂടെ, അതായത് ഞാൻ ഇങ്ങനെ വലിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ മുത്തെല്ലാം താരോട്ട് പോയി. പിന്നെ ഇങ്ങോട്ട് വലിച്ചപ്പോൾ എല്ലാം മുട്ടും പോയി പാടി. വീണ്ടും ബാക്ക് വീഡിയോ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ കാണണം. അല്ല, ഇനി നമുക്കൊരു വെള്ളം മുത്തും കൂടി ഇട്ടിട്ട് ഇത് അവസാനം അതിൻ്റെ കൂടെ 2-3 മുത്തും കൂടെ ഇടണം. തക്കാലം ഇടാം. ഓക്കെ, കയറ്റി. അപ്പോൾ ഇത്രയും തന്നെ കയറ്റാൻ കുറേ നേരമാണ് ഞാൻ പറയുന്നത്. ഓക്കെ,
എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് ഞാൻ ഇനി കുറച്ചും കൂടെ മുത്തേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. അയ്യോ, എൻ്റെ കയ്യിലുള്ള മുത്തി എനിക്ക് കാണിച്ചു തരാം. ഇതാണ്ട് ഇതിൻ്റെ അകത്ത് ഇത്രയും മുത്തുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാം ചെയ്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി ബാലൻസ് ഇത്രയും മുത്തുണ്ട്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ ഇത്ര എടുത്തേക്കും, അതായത് 2 കുഞ്ഞു മുത്ത് പിന്നെ ഒരു വലിയ മുത്ത്. ഓക്കെ, നമുക്കിതിട്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇത്ര ആക്കി. ഓക്കെ, നമുക്ക് ഇത് എൻ്റെ കൈയുടെ അളവാണ്. അതായത് നോക്കട്ടെ, ഇതൊന്ന് ആരെങ്കിലും കെട്ടും. ഫസ്റ്റ് നമുക്ക് കെട്ടിയിട്ട് നോക്കാം ഇത് കൈയുടെ അളവ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് കൈയുടെ അളവ്, എൻ്റെ കൈയുടെ അളവ് നമുക്കിത് കെട്ടിയിട്ട് നോക്കാം. ഓക്കെ, നമുക്കിത് കെട്ടാം. ഇതെല്ലാം ഒരു ചെറിയ മിസ്റ്റേക്കെങ്കിലും വന്നാൽ ഇതെല്ലാം പൊട്ടി. പറഞ്ഞു തരുന്നില്ല, പൊട്ടി. ചെറിയൊരു തുള്ളി മിസ്റ്റേക്കെങ്കിലും വന്നിട്ടും ഇതിപ്പോൾ ഒരു മുത്തേ ഇളകിയുള്ളൂ. പൊട്ടൻ്റെ ഇതൊരു പ്രശ്നം. ഇതിനെന്തോ ചെയ്യാനാ? അയ്യോ, ഇതാണ് പ്രശ്നം. ഇപ്പം എന്തോ ചെയ്യാം? സ്വയം കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് എല്ലാം പൊട്ടിപ്പോയി. നിങ്ങൾ ഇതിനൊരു ലൈക്ക് ചെയ്തില്ലേ? അങ്ങനെ പൊട്ടിയ കഥയോടെ ഇത് അവസാനിച്ചിരിക്കുന്നു. ബൈ ബൈ.